നമ്മളിന്ന് ചേമ്പിൻ്റെ പൂവ് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം അത് പറിച്ചെടുക്കാം. അപ്പോൾ അവിടെ കുറേ ചേമ്പിൻ്റെ തൈകളുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊക്കെ പൂവുണ്ടോയെന്ന് നമുക്ക് നോക്കാം. ചേട്ടൻ്റെ കുട്ടി താത്തൊക്കെ തന്നിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല പഴുത്ത ഇതിൻ്റെ ഈ ഭാഗം ഒരു ചെറിയൊരു ഒരു യെല്ലോ കളറാകുമ്പോൾ നമുക്കത് പറിച്ചെടുക്കാം. അപ്പോൾ ഗായ്സ് നല്ല പാവായിട്ടുണ്ട് നമുക്ക് കഴിക്കാനല്ലേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ തണ്ടൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ തണ്ടൊക്കെ ഇങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ ഇതാ ചിലത് ഇങ്ങനെ നന്നായിട്ട് തോലിങ്ങനെ പറഞ്ഞു പോരും. അപ്പോൾ നമുക്കിനി ഇത് പറിച്ചെടുക്കാം. അയ്യോ അയ്യോ ഇതാ ഇനിയുണ്ട് പറിച്ചെടുക്കാം. നമുക്ക് ബാക്കിയുള്ളതും പറിച്ചെടുക്കാം. കുറേ നമ്മൾ ഇന്നാൾ നോക്കിയപ്പോൾ കുറേ കാണാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇതിൻ്റെ മേലത്തെ ഭാഗം ചാടിയിട്ടില്ല. അതാ കണ്ടില്ലേ, നമുക്കിതിങ്ങനെ പറിച്ച് നോക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, നല്ല യെല്ലോ കളറായിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഇതാ ഇവിടെ ഒന്നും കൂടി ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലത്തെ നല്ല യെല്ലോ കളറായിട്ടുണ്ട്. പച്ച ഉണ്ട് കേട്ടോ. അതൊക്കെ പഴുക്കണം, പഴുത്ത് നല്ല പാകണം. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പ്രാണികൾ എന്തൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഉണ്ട്. ഇത് ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, വലുതാണിത്, നല്ല വലിയ കണ്ടില്ലേ. ഇവിടെ ഉണ്ട് കേട്ടോ 3. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതൊക്കെ പഴുത്താലും നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാം. പക്ഷെ ഇതൊന്നും ഇപ്പോൾ പഴുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ റൂട്ടിലുള്ള നമ്മുടെ മുളകിൻ്റെ മരം, നമ്മുടെ ചീന പറങ്ങിയുണ്ട് കേട്ടോ അവിടെ. അതൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നിറയെ മുളകുകളുണ്ട്. നിറയെ മുളകുണ്ട്. വെടിയുണ്ട് കേട്ടോ 2 എണ്ണം. നമുക്ക് നോക്കാം. നമ്മുടെ വൈലറ്റ് പൂവുകളൊക്കെ. പിന്നെ നമുക്ക് വേറെയും കുറച്ചുണ്ട്. ഇതാ ഇവിടെ നിറയുണ്ട്. എന്നുവെച്ചാൽ ഇതിലൊന്നുമില്ല. അക്കൊന്ന് അവിടെയൊക്കെ കണ്ടില്ലേ, അവിടെയൊക്കെ കായ്കളൊക്കെ ഉണ്ട്. ഇതിലുണ്ടോ? ഇത് കഴിക്കുന്നില്ല. അപ്പോൾ നമുക്കിനി കൂട്ടിക്കാം. അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ, ഇത് ഇവിടെ ഒന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് പച്ചയാണ്, ഇതും പച്ചയാണ്. ഇങ്ങനത്തെ ഒരു ചെറിയൊരു മഞ്ഞ കളറായാൽ മതി. ഇവിടെ ലൈറ്റ് ഒരു പച്ച ആയാലും നമുക്ക് എടുക്കാം. ഒരു ലൈറ്റ് മഞ്ഞ ആയതുണ്ടല്ലേ. അപ്പോൾ നമുക്കിനി ഇത് പറിച്ചെടുക്കാം. അയ്യോ അയ്യോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാട്ടത്. ഇനി നമുക്ക് ഇത് വേറെ ഒന്നുമില്ല. പക്ഷെ അവിടെ കണ്ടോ, ഒന്ന് മാത്രമേ ഉള്ളൂ. നമുക്കത് എടുക്കാം. ഇതിൻ്റെ അടിയിൽ കൂടെ എന്ത് പോയിട്ടുള്ളത്, അടിയിൽ കൂടെ അതാ കണ്ടില്ലേ, ഇതിങ്ങനെ പറിച്ച് അങ്ങനെ പറിച്ചെടുക്കാം. അത് കണ്ടില്ലേ, നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതും ചാടിയോ ഇല്ല. ഇതിലൊരു സാധനം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ വേറെ ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ചെറിയൊരു ഇതിൽ കണ്ടതാണ്. കണ്ടില്ലേ, ഇതിൽ കൂടി നമുക്ക് അടച്ചും കിട്ടും.
ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുരുമുളകിൻ്റെ വള്ളിൻ്റെ ഇടയ്ക്ക് ഒഴിക്കണി നമ്മൾ കണ്ടില്ല. നമുക്ക് പിന്നെ നമുക്കിത് പോയിട്ട് കഴിക്കാം. അപ്പം ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതിങ്ങനെ ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോവാൻ നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് കണ്ടത്. അപ്പോൾ നമുക്ക് ഇയാളെ പറിച്ചിതാ കണ്ടില്ലേ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ഇയാളെയും കൂടെ പറിച്ചു. ഇത്രയും കിട്ടി. നമുക്ക് മഴ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. നല്ല മധുരമുള്ളൊരു ഫ്രൂട്ട് ആണ്. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയാണ്. നമുക്ക് ഇതുപോലെ കഴിക്കാം. ഇനി നമുക്കിതൊക്കെ പഴുത്താൽ നമുക്ക് ഇതൊക്കെ കഴിക്കാം കേട്ടോ. ഒന്ന് എടുത്തിട്ട് കഴിച്ച് നോക്കാം ടേസ്റ്റ് ഉണ്ടോ. നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു തണ്ടുണ്ടാവും, അത് കഴിക്കരുത്. ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ ആകെ ഒന്നുള്ളൂ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് തണ്ടും കഴിച്ചിട്ട് കുറേ ചൊറിഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഇടങ്ങാറായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒന്നും ചെയ്യരുത് കേട്ടോ. എൻ്റെ അടിയിൽ ഇതേപോലെ ഇങ്ങനെ തണ്ടിങ്ങനെ കാണും, അത് കഴിക്കാൻ പാടില്ല. തണ്ടുണ്ടാവും, കഴിക്കാൻ പാടില്ല. അത് കഴിച്ചാൽ നമുക്ക് നന്നായിട്ട് ചൊറിയും കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഇതൊരു ഫ്രൂട്ടാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, എല്ലാവരും പോയി കാണുക. നമ്മുടെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹലോ ഗായ്സ്, അപ്പോൾ ഇതൊരു ഫ്രൂട്ടാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, എല്ലാവരും പോയി കാണുക. നമ്മുടെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അറിയാതെ